ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ പോകണം കേട്ടോ, കുറച്ച് ദിവസം കൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഞാൻ എന്തായാലും കടയിൽ നിന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്യണേ, വീഡിയോ വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോൾ എന്തെങ്കിലും വോയിസിൻ്റെ ഇത് കേൾക്കും, കാരണം മെയിൻ റോഡിലാണ് ഷോപ്പ് ഇരിക്കുന്നത്. ഒരു ഐസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ, അവിടെയാണ് പോണത്. അപ്പോൾ രാവിലെ തന്നെ പോണ വഴിക്ക് ഈ ഒരു പൂവുണ്ട് കേട്ടോ. പണ്ട് സ്കൂളിലൊക്കെ അത്തപ്പൂക്കൾ ഇടുന്ന ടൈമിൽ നമ്മളവിടെ ഇഷ്ടമാതിരി നിന്ന പൂവാണ്. ഇപ്പോൾ അതിനൊന്നും കാണാനില്ല, കാരണം വംശനാശം സംഭവിച്ചപ്പോൾ അതിൻ്റെ ഒരു ചെടി പോലും കാണാനില്ലാത്ത രീതിയിലായി. അതിൽ നിറച്ച് മുള്ളുണ്ട്, പക്ഷെ പൂവിന് നല്ല ഭംഗിയാണ്. നമ്മൾ ഈ മുല്ലമാല കോർക്കും പോലെയൊക്കെ കോർത്ത് കഴിഞ്ഞാൽ നല്ല ചന്തമായിരിക്കും കേട്ടോ പൂവ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് റെയിൽവേ വഴി കേട്ടോ നടന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, 5 തൊട്ട് 10 വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഇത് ഹൈസ്കൂളിൻ്റെ പുറകെയാണ് ഇപ്പോൾ നടന്ന് പോകുന്നത്. അപ്പോൾ നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. എനിക്ക് നടന്നു പോകണതാണ് കുറച്ചുകൂടി ഇതായിട്ട് എനിക്ക് തോന്നിയത്, കാരണം നമുക്കൊരു വ്യായാമവും നമുക്ക് നടക്കാമല്ലോ. പിന്നെ കുറേയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേനും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു, കാരണം നമുക്ക് നമ്മളതായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം, മൈൻഡ് കുറച്ച് ഫ്രീ ആവണ പോലെ തോന്നിയിട്ടാണ്. അതാണ് പിന്നെ നടന്നു പോകാമെന്ന് കരുതി. അതിനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഷോപ്പിൽ വന്ന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച്, പിന്നെ കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെള്ളം കുടിച്ച് അതിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ എടുത്തത്. ഞാൻ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ ചോറ് കഴിച്ചു കേട്ടോ. ഫസ്റ്റൊക്കെ വന്ന ടൈമിൽ 1:30 ആവും കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി. പക്ഷേ ഞാനിപ്പോൾ 1 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് ചോറ് കഴിക്കും, കാരണം ആ ടൈമിൽ കസ്റ്റമർ അധികം കാണില്ല. ഭയങ്കര കസ്റ്റമറൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റാഫായിട്ട്. എന്നാലും സ്കൂൾ ഉള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പരീക്ഷയൊക്കെ നടക്കുകയില്ല, അപ്പോൾ അതുകൊണ്ട് പിള്ളേർ കാണും. പിള്ളേരാണ് മെയിനായിട്ടുള്ള കസ്റ്റമറുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് തൂക്കാൻ വേണ്ടി ഇരുന്ന ടൈമിൽ ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട്, ഇത് ഇരുമ്പിൻ്റെ എന്തോ സംഭവമാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച ടൈമിൽ എൻ്റെ കയ്യിൽ നിന്നില്ല, അപ്പോൾ അത് ഫുള്ളും കൂടെ മറിഞ്ഞു പോയി. അപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ട്, ഞാൻ വെച്ച് മുറിഞ്ഞ് കാണൂലെന്ന്, പക്ഷേ നമ്മൾ പിന്നിട്ട് കുത്തിയ പോലെ ചെറിയൊരു മുറിവുണ്ടായിരുന്നു കേട്ടോ. നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തൂത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അത് പാതിയിൽ വെച്ചിട്ട് ഒരു 4-4:30 ആയിട്ട് ഞാൻ തൂക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 5:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങും, കാരണം അപ്പോഴത്തേനും ഓണർ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ നോക്കിക്കോളും, ഞാൻ ഇറങ്ങും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, തൂക്കണം കാര്യങ്ങളൊക്കെ. പിന്നെ തീയൊക്കെ ഇട്ട് പിന്നെ അവിടെ കയറി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു.